ഹലോ എവരി വൺ, വെൽക്കം ടു പ്ലീറ്റ്സ് ആൻഡ് ബെറ്റൽസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ബേസിക് സ്റ്റിച്ചസ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ബേസിക് സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഒരു 6 ബേസിക് സ്റ്റിച്ചസ് ആണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സിമ്പിളാണ്. നമുക്ക് അതിനോടൊരു കമ്പാഷൻ അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചാൽ മതി. ആൻഡ് നമുക്കതിനോടൊരു ഇഷ്ടം ഉണ്ടാവണം, എങ്കിലേ പറ്റുള്ളൂ. കാരണം എങ്കിലേ നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മടിയാവും. അപ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ ഈ ഒരു കൊറോണ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചു തുടങ്ങുന്നത്. അതും ഈ യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ആൻഡ് അന്ന് ഞാൻ 6th പഠിക്കുന്ന സമയത്ത്, ഏതൊരു 2022-21 ആ ഒരു സമയത്താണ് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചു തുടങ്ങുന്നത്. അതും എൻ്റെ അമ്മ ആദ്യം ഹാൻഡ് എംബ്രോയ്ഡറി ഇതേപോലെ ഇങ്ങനെ യൂട്യൂബ് നോക്കി തന്നെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് എനിക്കും അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാനും ഇതേപോലെ യൂട്യൂബ് നോക്കി തന്നെ പഠിക്കുന്നത്. അപ്പോൾ അതിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോട് ചെയ്ത് നോക്കാനൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അതിനുശേഷം ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചതിന് ശേഷം എനിക്കത് സ്റ്റിച്ചിങ് പഠിച്ചാൽ കൊള്ളാമെന്നായിട്ട് ഞാൻ ഇതേപോലെ യൂട്യൂബ് നോക്കി തന്നെയാണ് സ്റ്റിച്ചിങ് പഠിച്ചത്. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ചുരിദാറൊക്കെ ഞാൻ തന്നെ തയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ഒഫീഷ്യലായിട്ട് കഴിഞ്ഞ വർഷം 10th അവധിയല്ല 9th 10th അവധിക്ക് ഞാൻ പോയി സർട്ടിഫിക്കറ്റ് എടുത്തു, സ്റ്റിച്ചിങ് ഒഫീഷ്യലി പഠിച്ചിട്ട്. ഇപ്പോഴും ഹാൻഡ് എംബ്രോയ്ഡറി ഞാൻ ഒഫീഷ്യലി പഠിച്ചിട്ടില്ല. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച അറിവ് തന്നെ എനിക്കിപ്പോഴും ഉള്ളൂ ഇതിനെപ്പറ്റി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ക്ലാസ് തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോർമൽ ത്രെഡ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ നോർമൽ ത്രെഡ് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 6 ലെയേഴ്സ് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ഫസ്റ്റ് ലെയർ എന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു ലെങ്ത്ത് വരെ എത്തിച്ചിട്ട് നമ്മൾ വീണ്ടും രണ്ടാമത് അതിൽ കൂടി എടുക്കുക. അങ്ങനെ ഒരു 6 ലെയേഴ്സ് നമ്മൾ ടോട്ടൽ എടുക്കണം. അപ്പോൾ അങ്ങനെ 6 ലെയേഴ്സ് ടോട്ടൽ എടുത്ത് ഇതുണ്ട് ഇങ്ങനെ കുരുക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അധികം പ്രിഫർ ചെയ്യാത്തത്. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. പിന്നെ ഫസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിനാണെങ്കിൽ നമുക്ക് ഈ ഒരു ത്രെഡ് തന്നെ മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ലെയർ എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു സെയിം അറ്റം തന്നെയാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്തത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇതേപോലെ വീണ്ടും നമ്മളുള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഒരറ്റം കയറ്റിയിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 2 ലെയർ പോലെ നമുക്ക് കിട്ടും. അങ്ങനെ വീണ്ടും ഒരറ്റവും കൂടി എടുത്തിട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു 3 ലെയർ പോലെ അങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു 6 ലെയർ തന്നെ കിട്ടും. എങ്ങനെ വന്നാലും നമുക്കൊരു 6 ലെയറിൻ്റെ ആ ഒരു കട്ടി കിട്ടണം. അത്രയേ ഉള്ളൂ നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഇപ്പം ഞാനൊരു 4 ലെയർ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി 4-5 ലെയർ എടുത്തിട്ടുള്ളൂ. കാരണം 6th ലെയർ വരെ എത്താനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4 ലെയർ എടുത്തുള്ളൂ. അതിന് എനിക്ക് ഇത്രയും ലെങ്ത്തേ കിട്ടിയുള്ളൂ. കാരണം ലാസ്റ്റ് ആയപ്പോൾ എല്ലാം കൂടി കെട്ടുവണഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് റണ്ണിങ് സ്റ്റിച്ചിലാണ് കേട്ടോ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും നോർമലി അറിയാം. എങ്കിലും നമ്മളൊരു ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഫസ്റ്റ് ബിഗിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ റണ്ണിങ് സ്റ്റിച്ചിലാണ് കേട്ടോ തുടങ്ങുന്നത്.
അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫസ്റ്റ് നമുക്ക് വേണ്ടിടത്തേക്ക് ഇങ്ങനെ കുത്തിയെടുക്കാം നീഡിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടം വരെയാണോ സ്റ്റിച്ച് വേണ്ടത് അവിടെ കൊണ്ടുപോയി കുത്തി ഇറക്കാം. അതായത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ ഇങ്ങനെ ഫസ്റ്റ് കയറ്റി എടുക്കുക പിന്നെ ഇറക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ എന്താ പറയുക മെഷർമെൻറ്റ്സ് തെറ്റാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതായത് പല ഇതിനും പല ലെങ്ത്തായി പോവുക എന്നുള്ള സിറ്റുവേഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പം തന്നെ ഞാൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു ഓരോ സ്റ്റിച്ചിനും ലെങ്ത്ത് പലതായിരിക്കും. നമ്മൾ ഈ ഒരു ചെയ്യുന്ന രീതി വെച്ചിട്ട് അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ചെയ്യണം. അത് പക്ഷേ കുറച്ചും കൂടി ഇതാണല്ലോ അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു അതാണ് പ്രശ്നം. ഇതാണ് ഇങ്ങനെ കുറച്ച് ലെവൽ വ്യത്യാസമുള്ള ലെങ്ത്തിന് കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ 2 മെത്തേഡും കറക്റ്റാണ്. 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. പിന്നെ നമുക്ക് കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കെട്ടിട്ടാലാണല്ലോ നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തു. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തു. ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പറഞ്ഞു തരുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ സംഭവം. ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ലോക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ രണ്ടാമത് ചെയ്തില്ലേ, ആദ്യം ലോക്ക് ഇട്ടതിന് ശേഷം ഒരു വട്ടവും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി എടുത്തിട്ടുണ്ട്. കാരണം ആ ലോക്ക് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് റണ്ണിങ് സ്റ്റിച്ചാണ് നോക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് തന്നെ നമ്മളൊരു 4-5 സ്റ്റിച്ച് ഒരുമിച്ചിടും. അതായത് ഇതേപോലെ കുത്തിയെടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമുക്ക് വേണ്ട അത്രയും സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ കുത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട ഗ്യാപ്പിൻ്റെ അവിടേക്കാണ് നമ്മൾ കുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട സ്റ്റിച്ചിൻ്റെ അളവിലേക്ക് കുത്തി ഇറക്കുന്നു. പിന്നെ നമുക്ക് വേണ്ട ഗ്യാപ്പിൻ്റെ അത്രയും വെച്ചിട്ട് വീണ്ടും കുത്തിയെടുക്കുന്നു. അതായത് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ നീഡിൽ കാണുന്നില്ലേ, ഈ നീഡിൽ കാണുന്നിടത്ത് കൂടിയൊക്കെ നമ്മുടെ ത്രെഡ് വരും. നീഡിലില്ലാത്തടത്ത് ഗ്യാപ്പായിരിക്കും. മനസ്സിലായോ? അതായത് നമ്മൾ ഇപ്പോൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ നീഡിൽ ഉണ്ടായിരുന്ന നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ത്രെഡ് വന്നിട്ടുണ്ടാവും. നമ്മുടെ നീഡിൽ അടിയിലായിരുന്ന ഭാഗത്തൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇതേപോലെ കുത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വേണ്ട ഗ്യാപ്പിൻ്റെ ഇതനുസരിച്ച് അവിടെ കുത്തുക. അങ്ങനെ കുത്തി ഇറക്കുമ്പോൾ കണ്ടില്ലേ മേളിൽ ഈ നീഡിൽ വന്ന സ്ഥലത്ത് കൂടി നമുക്ക് നമ്മുടെ ത്രെഡ് വരും. അങ്ങനെയാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുക. ഇതേപോലെ നീഡിൽ കാണുന്ന ഭാഗത്ത് നമ്മുടെ ത്രെഡ് വരുന്നതായിരിക്കും. നീഡിൽ കാണാത്ത ഭാഗത്ത് ഗ്യാപ്പുമായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ 2-3 സ്റ്റിച്ചസ് ഒരുമിച്ചിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ടൈമും ലാഭമാണ്. പിന്നെ കുറച്ചും കൂടി പെർഫെക്ഷൻ തോന്നുന്നത് ഈ ഒരു മെത്തേഡിനാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിന് ഫുൾ ഇതേപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരണം എന്നൊന്നുമില്ല. നമ്മളൊരു കുറച്ച് വട്ടം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കുറച്ചും കൂടി ഇതായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഫുൾ ഇട്ടിട്ട് കെട്ടുവിട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുമ്പം ഇതേപോലെ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാക്ക് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഫ്രണ്ടിലേക്കല്ലേ സ്റ്റിച്ചിട്ട് പോയത്. ബാക്ക് സ്റ്റിച്ച് നമ്മൾ പറഞ്ഞാൽ പുറകിലേക്കാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ത്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ. അപ്പോൾ കെട്ടിടുന്നതൊക്കെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതുപോലെയാണ് നമ്മൾ കെട്ടിടുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അതായത് ഇതേപോലെ 2 റൗണ്ട് എടുക്കുക, പിന്നെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമുക്കിങ്ങനെ വലിക്കുമ്പോഴേക്കും അതൊരു കെട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കെട്ടിടുന്നത്. അപ്പോൾ നമ്മൾ ഇനി
ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിന് നമ്മൾ ഫസ്റ്റ് ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങുന്ന പോലെ തന്നെ ആദ്യം ഒരു വട്ടം ഇങ്ങനെ സൂചി കയറ്റിയിട്ട് സൂചി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് നമ്മുടെ സാധാ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു സ്റ്റിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ഇത് വേണ്ടത്, ഏത് സ്റ്റിച്ചിന് ലെങ്ത്ത് വേണ്ടത് അവിടെയാണ് കുത്തേണ്ടത് കേട്ടോ. അതായത് നമുക്ക് എത്രയാണോ സ്റ്റിച്ച് വേണ്ടത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇപ്പോൾ സ്റ്റിച്ച് എനിക്ക് ഇത്രയും ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ കുത്തി, എവിടെ എത്രയാണോ വേണ്ടത് അവിടെ കുത്തിയിട്ട് ബാക്കിലേക്ക് ഇനി കുത്തി ഇറക്കുക ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ സൂചി കയറ്റിയിട്ട് എവിടെയാണോ മീൻസ് ഇനി നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കുത്തി ഇറക്കും. അതായത് ഇതേപോലെ വലിച്ചു. അതിന് ശേഷം നമുക്കിനി ഇവിടേക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് കുത്തി ഇറക്കാം. ഇതാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ബാക്കിലേക്കായിരിക്കും സ്റ്റിച്ചിട്ട് പോവുക. ഇത് എന്താണെന്ന് വെച്ചാൽ സൈഡിലത്തെ നൂലും അതൊക്കെ ഒരുമിച്ച് വന്നതാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടം വരെയാണോ സ്റ്റിച്ച് വേണ്ടത് അവിടേക്ക് ഇങ്ങനെ കയറ്റുക. എനിക്കിപ്പോൾ ഇത്രയാണ് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ ഞാൻ അവിടെ കയറ്റി. അതിന് ശേഷം നമ്മൾ അതിന് മുമ്പ് പ്രീവിയസ്ലി ചെയ്ത സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് കുത്തി ഇറക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയറാണ്. ഇതിന് അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഈ ഒരു സ്റ്റിച്ചിന് അധികം ഇല്ല. അതായത് റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിന് നമ്മൾ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഇത് നമ്മൾ ബാക്കിലേക്ക് കുത്തുന്നു. അപ്പോൾ ഇതേപോലെ എടുക്കുക. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ ഈ ഒരു സെയിം സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഇതേപോലെ ബാക്കിലേക്ക് എടുത്ത് കുത്തുക. നമുക്ക് പല ലെങ്ത്തിൽ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഏത് ലെങ്ത്താണോ അതുപോലെ. അപ്പോൾ ഇതേപോലെ കുത്തി ഇങ്ങനെ എടുക്കുക, പിന്നെ പുറകിലേക്ക് കുത്തി ഇറക്കുക. ഈ ഒരു പ്രോസസ്സാണ് ഈ ഒരു ബാക്ക് സ്റ്റിച്ച് ഫുള്ള്. വേറെ ഒന്നുമില്ല. ഈ സെയിം സംഭവമാണ് നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ. ഇതേപോലെ കയറ്റുക. നമ്മൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അവിടെ കയറ്റുക. അതിനുശേഷം നമ്മൾ ആദ്യം പ്രീവിയസ്ലി ചെയ്ത സ്റ്റിച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കുത്തി ഇറക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വളഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലൈൻ സ്ട്രെയിറ്റ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ സെയിം ലൈനിൽ കൂടിയാണോ ചെയ്യുന്നതെന്ന് നോക്കുക. ഞാൻ വരച്ചപ്പോൾ ലൈനിന് അത്യാവശ്യം ചരിവുകളുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും ഞാൻ കുത്തിയെടുക്കുന്നതിലുമുണ്ട്. പിന്നെ ഞാനിതിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കൈ ഷിവറാവുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ ക്യാമറയുടെ ഫോക്കസും ഇങ്ങനെ ഇതാവുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഫുൾ ബാക്കിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ബാക്ക് സ്റ്റിച്ച് ഫുൾ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ നമ്മുടെ എന്താ പറയുക സ്റ്റെമ്മുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്റ്റെം സ്റ്റിച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് വേണ്ട സ്ഥലത്ത് നിന്ന് ആദ്യം കയറ്റിയിട്ട് നമുക്ക് എവിടം വരെയാണോ സ്റ്റിച്ചിന് ലെങ്ത്ത് വേണ്ടത് അവിടെ നമ്മൾ ഇറക്കുന്നു. ഇറക്കി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മൾ വലിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഫുള്ള് വലിക്കില്ല. ഇങ്ങനെ പിടിച്ചു നിർത്തും. നമ്മൾ കയ്യിലിങ്ങനെ ഇതുപോലെ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ നീഡിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കയറ്റും. നമ്മൾ ഇറക്കിയതിന് ശേഷം ഫുള്ള് വലിക്കുന്നതിന് മുമ്പ് തന്നെ സെൻറ്ററിലേക്ക് കയറ്റി കൊടുക്കും. ഇതേപോലെ കയറ്റിയിട്ട് നമ്മൾ വലിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരിക. ഇതേപോലെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇറക്കും. നമുക്ക് വേണ്ട ലെങ്ത്ത് എവിടെ വരെ വേണോ സ്റ്റിച്ചിന് അവിടെ നമ്മൾ ഇറക്കും. ഇറക്കി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താ പറയുക ഫുൾ വലിക്കത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൈ വെച്ചിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അതിൻ്റെ താഴത്തേക്ക് വലിച്ചിട്ട് ഫുള്ള് വിടത്തില്ല. ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ
ഈ ഒരു സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ഒരു 3/4 നമ്മുടെ ഇഷ്ടമാണ്. സെൻറ്റർ അല്ലെങ്കിൽ ഒരു 3/4 ഇങ്ങനെ കയറ്റിയിട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫുൾ സ്റ്റെം സ്റ്റിച്ച് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇറക്കിയതിന് ശേഷം ഫുള്ള് വിടത്തില്ല, ഫുള്ള് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് വീണ്ടും കയറ്റി കൊടുക്കും. സെൻറ്റർ അല്ലെങ്കിൽ ഒരു 3/4 നമ്മുടെ ഇഷ്ടമാണ്. ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ വലിച്ചെടുക്കും. ഇത് തന്നെ നമ്മൾ ത്രൂ ഔട്ട് ചെയ്യണത്. ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ചിന് നമ്മൾ കുത്തുന്ന പോലെ ഇറക്കിയതിന് ശേഷം ഫുള്ള് വലിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സെൻറ്ററിലേക്ക് കയറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ച് നിർത്തുന്നു, പിന്നെ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു 3/4 വെച്ചിട്ട് കയറ്റി കൊടുക്കുന്നു. ഈ ഒരു കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ പല മെത്തേഡിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പല മെത്തേഡിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയ മെത്തേഡ് ഇതാണ്. കാരണം കുറച്ചും കൂടി എളുപ്പം ഇതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. വേറെ മെത്തേഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ മെത്തേഡ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു ബെറ്റർ. അപ്പം പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിച്ചിട്ട് ഹോൾഡ് ചെയ്യുക, ഒരു കൈ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നടുക്ക് കൂടി കയറ്റി കൊടുക്കുക. ഈ ഒരു കംപ്ലീറ്റ് ഇത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്റ്റിച്ചാണ്. നമ്മൾ കൂടുതലും ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ സ്റ്റെം സ്റ്റിച്ചൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. കാരണം നമ്മളൊരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സ്റ്റെം ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് പോലെ ഡിസൈനൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനൊരു ഫസ്റ്റ് ഒരു കാൽഭാഗത്ത് വെച്ച് വരെ നടുക്ക് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഞാനൊരു 3/4 വെച്ചാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് തന്നെ മൾട്ടി കളർ കിട്ടും, അതായത് ഈ ഡബിൾ ഷെയ്ഡ് പോലെയൊക്കെ കിട്ടും. അപ്പോൾ ഇതൊരു ഡബിൾ ഷെയ്ഡ് കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ നോർമൽ റണ്ണിങ് സ്റ്റിച്ചില്ലേ, ആ നോർമൽ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു വശത്തേക്ക്, അതായത് ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ് കേട്ടോ കയറ്റുന്നത്. അതായത് ഇപ്പം ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ ഈ എല്ലാ സ്റ്റിച്ചിലും ഞാൻ ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചെയ്യുക. ഫസ്റ്റ് നോർമൽ ഇതാണ്, ആദ്യം നമ്മൾ ഫുൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, എല്ലാ സ്റ്റിച്ചിൻ്റെയും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നീഡിൽ ലോക്ക് ചെയ്ത് പോവാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ ഇങ്ങനെ ലോക്ക് ചെയ്ത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ചെയ്യാം, പക്ഷേ റൈറ്റിലേക്ക് ചെയ്താൽ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പം നമുക്ക് ഏതാണോ എളുപ്പം അതുപോലെ. അപ്പം ഞാനിപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ നോർമലി ഫസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു സ്റ്റിച്ച് എന്ന് പറയാൻ ഇതാണ്. അധികം ടൈം വേണ്ട, അങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരു സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് കുത്തി നിർത്തിയിട്ട് പിന്നെ നമ്മൾ നോർമൽ കെട്ടിട്ട് കൊടുത്ത് നമ്മൾ എൻഡ് നോട്ട് ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ കാര്യം പറയാൻ. സമയം ഭയങ്കര കുറവ് മതിയെങ്കിലും കാണാൻ നല്ല ഭംഗിയായി സ്റ്റിച്ച്. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഓറഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ത്രെഡ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടറ്റം കാണാം. അതിലൊരറ്റം വലിക്കുമ്പോൾ വരത്തില്ല, മറ്റൊരറ്റമാണ് വലിക്കുന്നതെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ വന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ത്രെഡ് നല്ല നീറ്റായിട്ട് വലിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഒരു സൈഡിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് വന്നോളും.
ഒരു സൈഡിൽ നിന്ന് അത് വരുമ്പോൾ കെട്ട് പോലെ വരും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക അടുത്ത എൻഡാണ് നമ്മൾ വലിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനെ ഈ സ്പ്ലിറ്റ് സ്റ്റിച്ച് എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഫസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു മേളിലേക്ക് എടുത്തിട്ട് താഴത്തേക്ക് കുത്തി, അതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിൻ്റെ നടുക്കിലെ ഈ നടുക്കത്തേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നോർമലി എവിടെ വരെയാണോ നമ്മുടെ സ്റ്റിച്ച് വേണ്ടത് അവിടത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ കുത്തുക. അതായത് നമ്മൾ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടി അടുത്ത റണ്ണിങ് സ്റ്റിച്ച് എടുക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അതായത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് കുത്തി, അതിന് ശേഷം നടുഭാഗമില്ലേ അവിടേക്കാണ് കയറ്റുന്നത്. അതിന് ശേഷം നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ ഇറക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഫുള്ള് ചെയ്യുന്നു. അത് അത്രയേ ഉള്ളൂ, അതിലധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പ്ലനേഷൻ വേണം. കാരണം ഫസ്റ്റ് നമ്മളിങ്ങനെ കുത്തിയെടുത്തിട്ട് നമുക്ക് എവിടം വരെയാണോ സ്റ്റിച്ച് വേണ്ടത് അവിടത്തേക്ക് ഇങ്ങനെ കുത്തി നിർത്തും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വലിക്കും. അതായത് കാണുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. നമുക്ക് അത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതേപോലെ കുത്തുന്നു, നമുക്ക് എവിടം വരെയാണോ വേണ്ട അവിടെ ഇങ്ങനെ കുത്തി കയറ്റുന്നു. അതിന് ശേഷം നമ്മളിതാ ഇതേപോലെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ത്രെഡ് എടുക്കുക. ത്രെഡിൻ്റെ ഈ ഒരു അറ്റം എടുത്തിട്ട് നമ്മളിതിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ വലിക്കും. ഇങ്ങനെ വലിക്കുമ്പോൾ അടുത്ത ചെയിൻ വരും. ഓക്കെ, ഇതേപോലെ വലിച്ചു കൊടുക്കുമ്പോൾ അടുത്തൊരു ചെയിൻ വരും. ഇനി നമ്മൾ അടുത്ത ചെയിൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി എടുക്കും. അതായത് ഈ ഒരു ചെയിനില്ലേ, ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് കയറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ എടുത്ത് വീണ്ടും ലോക്ക് ചെയ്ത് കൊടുക്കും. ഇതേപോലെ വീണ്ടും ലോക്ക് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ചെയിൻ കിട്ടും. ഇതേപോലെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നീഡിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതല്ലാണ്ട് ബാക്കിയെല്ലാം സിമ്പിളാണ്. അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി പിന്നെ നമുക്ക് എവിടെ വരെയാണോ വേണ്ട അവിടെ വരെ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ പിടിച്ചു കൊടുക്കുക. ഒരു കൈ വെച്ചിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ത്രൂ ഔട്ട് ചെയ്യുന്നത്. ഇതേപോലെയാണ്. ഇത് അല്ലാണ്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വേറൊരു മെത്തേഡുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പോവല്ലേ, അതിന് പകരം ഒരു ചെയിൻ എടുത്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് കുത്തി നിർത്താം. എന്നിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നൊരിതുമുണ്ട്. അത് നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെ ഒന്നും കൂടി മനസ്സിലാക്കുക. ഇതേപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറ്റിയിട്ട് ഈ ഇതിലിങ്ങനെ പിടിച്ചിട്ട് കാണുന്ന പോലെ തന്നെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി തന്നെ പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇങ്ങനെ എന്നിട്ട് ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുക. ലോക്ക് ചെയ്യാൻ നീഡിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം കയ്യിലൊക്കെ നല്ല കുത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ സൂക്ഷിച്ചിങ്ങനെ നമുക്ക് പിടിക്കാൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇങ്ങനെ പിടിക്കാൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ രണ്ട് കൈയും ഉപയോഗിക്കേണ്ടി വരും. രണ്ട് കൈയും ഉപയോഗിച്ചാലേ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതേപോലെയാണ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ അറ്റത്തുനിന്ന് വന്നിങ്ങനെ കുത്തി നിർത്താം. അതായത് ഒരു ചെയിൻ കഴിഞ്ഞിട്ട് കുത്തി നിർത്തി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ കയറ്റുന്ന സമയത്ത് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി എടുക്കാം. എന്നിട്ട് ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി തന്നെ അടുത്തത് എടുക്കാം. അതായത് അടുത്ത എവിടെയാണോ വേണ്ടത് അവിടേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് വീണ്ടും നമ്മുടെ നോർമൽ ഇങ്ങനെ ലോക്ക് ചെയ്യുക, വലിക്കുക. ആ ഒരു മെത്തേഡും ചെയ്യാം. പക്ഷെ അത് കുറച്ചും കൂടി സമയം ഇപ്പോഴും ഈ പ്രശ്നം തന്നെയാണ്. അതായത് ഇങ്ങനെ നീഡിൽ കിട്ടാണ്ടിരിക്കുക എന്നുള്ളൊരു പ്രശ്നം തന്നെ ഉള്ളൂ. അപ്പോൾ
കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ താഴത്തേക്ക് കുത്താൻ നിൽക്കുന്നില്ല, എൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ്. എൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുക. ഇതേപോലെയാണ് നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ എൻഡ് നോട്ട് ഇങ്ങനെ സാധാ കുത്തി നിർത്തിയിട്ട് പിന്നെ എൻഡ് നോട്ട് ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ചസ്. പക്ഷേ ഇനിയും ഉണ്ട് കുറേ ബേസിക് സ്റ്റിച്ചസ്. അപ്പോൾ അത് നമ്മൾ ഇനി പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, അതായത് ഇന്ന് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിഷ്ടമാവുകയാണെങ്കിൽ, ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.